മുഖ്യമന്ത്രി പിണറായി വിജയനില് അത്തരത്തിൽ ഒരു പുകഴ്ത്തി സംസാരിക്കാനുണ്ടായ ഒരു പ്രേരണ ശരിക്കും എന്തായിരുന്നു? അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഭരണ സ്വഭാവം എന്നുള്ളത്? ഒന്ന് പുകഴ്ത്തി എന്നുള്ള വാക്കിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം എന്റെ അനുഭവത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ കാര്യം അതുപോലെ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ സബ് കളക്ടറായി ചാർജ് എടുക്കുന്ന സമയം മുതൽ 2016 മുതൽ ഞാൻ മുഖ്യമന്ത്രിയുടെ കൂടെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് ഇത്രയും കാലം. അതെ, തുടക്കം മുതൽ. അപ്പോ അന്നും ഇന്നും ഞാൻ കണ്ടിട്ടുള്ള ആ ഭരണാധികാരി ശരിക്കും താരതമ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഭരണാധികാരിയാണ്. യു കനോട്ട് ഡ്രോ പാരലൽസ് ടു എനിബഡി. അത് ഞാൻ മാത്രമല്ല, ഒരുപക്ഷെ എല്ലാവരും പറയുന്ന ഒരു കാര്യമായിരിക്കും. അദ്ദേഹത്തെ പോലെ അദ്ദേഹം മാത്രമേ ഉള്ളൂ. ആ ഒരു വ്യക്തിത്വത്തിനുടമ എന്നുള്ളത് തന്നെ ഒരു സവിശേഷതയാണ്. ശാരദയ്ക്ക് എന്താ തോന്നിയത്? ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സ്റ്റേറ്റ്സ്മാൻമാരിൽ ഒരാളാണ് ശ്രീ പിണറായി വിജയൻ. ക്രൈസിസിൻ്റെ സമയത്ത് ഇപ്പോൾ ദുരന്തം, കേരളത്തിൻ്റെ ഒരു പല സമയങ്ങളിലും ദുരന്തം നമ്മൾ വേട്ടയാടിയിട്ടുണ്ട്. ഈ ദുരന്തങ്ങൾ വേട്ടയാടുന്ന സമയത്ത് ആക്ച്വലി ഒരു മുഖ്യമന്ത്രിയോ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ താല്പര്യത്തിനപ്പുറത്ത് ആ നാടിൻ്റെ താല്പര്യം വെച്ചുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള ലീഡർഷിപ്പ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് കണ്ടിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ചില പെറ്റ് പ്രോജക്ട്സ്, ഇപ്പം മാലിന്യ സംസ്കരണം ഒരു പെറ്റ് പ്രോജക്റ്റാണ്. അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക. പേഴ്സണലി അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് കുറച്ചും കൂടി ഒരു കോംപ്ലക്സ് ഒരു വിഷയമായിട്ടാണ് ഞാൻ അതിനെ ഇത് കാണുന്നത്. പക്ഷെ അതേ സമയത്ത് ഇപ്പം അതിദാരിദ്ര്യത്തിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാകണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അത് 1 മാസം കൊണ്ടുണ്ടാകണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഇപ്പം ഇത് ഞങ്ങൾ ഉടക്കിയ ഒരു വിഷയം അതാണ്. അത് 2, 3, 4 മാസം എടുത്തു. പക്ഷെ ആ 4 മാസം എടുത്തത് കൊണ്ട് തന്നെ നമ്മൾ ആഗോളതലത്തിൽ വളരെ പുതുതായിട്ടുള്ള ഒരു രീതിശാസ്ത്രം നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റി. ഇപ്പം ലിസ്റ്റ് ഉണ്ടായി, ആളുകളെടുത്തു, നമ്മൾ കുറേ തീരുമാനങ്ങളെടുത്തു, വകുപ്പുകളൊക്കെ നടപടിയെടുക്കും എന്ന് പറഞ്ഞിട്ട് വിട്ടുമാറുകയില്ല. ഓരോ മിനിസ്റ്ററിനെ ഉത്തരവാദിയാക്കി. മുഖ്യമന്ത്രി പിണറായി വിജയനില് അത്തരത്തിൽ ഒരു പുകഴ്ത്തി സംസാരിക്കാനുണ്ടായ ഒരു പ്രേരണ ശരിക്കും എന്തായിരുന്നു? അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഭരണ സ്വഭാവം എന്നുള്ളത്? ഒന്ന് പുകഴ്ത്തി എന്നുള്ള വാക്കിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം എന്റെ അനുഭവത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ കാര്യം അതുപോലെ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ സബ് കളക്ടറായി ചാർജ് എടുക്കുന്ന സമയം മുതൽ 2016 മുതൽ ഞാൻ മുഖ്യമന്ത്രിയുടെ കൂടെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് ഇത്രയും കാലം. അതെ, തുടക്കം മുതൽ. അപ്പോ അന്നും ഇന്നും ഞാൻ കണ്ടിട്ടുള്ള ആ ഭരണാധികാരി ശരിക്കും താരതമ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഭരണാധികാരിയാണ്. യു കനോട്ട് ഡ്രോ പാരലൽസ് ടു എനിബഡി. അത് ഞാൻ മാത്രമല്ല, ഒരുപക്ഷെ എല്ലാവരും പറയുന്ന ഒരു കാര്യമായിരിക്കും. അദ്ദേഹത്തെ പോലെ അദ്ദേഹം മാത്രമേ ഉള്ളൂ. ആ ഒരു വ്യക്തിത്വത്തിനുടമ എന്നുള്ളത് തന്നെ ഒരു സവിശേഷതയാണ്. ശാരദയ്ക്ക് എന്താ തോന്നിയത്? ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സ്റ്റേറ്റ്സ്മാൻമാരിൽ ഒരാളാണ് ശ്രീ പിണറായി വിജയൻ. ക്രൈസിസിൻ്റെ സമയത്ത് ഇപ്പോൾ ദുരന്തം, കേരളത്തിൻ്റെ ഒരു പല സമയങ്ങളിലും ദുരന്തം നമ്മൾ വേട്ടയാടിയിട്ടുണ്ട്. ഈ ദുരന്തങ്ങൾ വേട്ടയാടുന്ന സമയത്ത് ആക്ച്വലി ഒരു മുഖ്യമന്ത്രിയോ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ താല്പര്യത്തിനപ്പുറത്ത് ആ നാടിൻ്റെ താല്പര്യം വെച്ചുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള ലീഡർഷിപ്പ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് കണ്ടിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ചില പെറ്റ് പ്രോജക്ട്സ്, ഇപ്പം മാലിന്യ സംസ്കരണം ഒരു പെറ്റ് പ്രോജക്റ്റാണ്. അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക. പേഴ്സണലി അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് കുറച്ചും കൂടി ഒരു കോംപ്ലക്സ് ഒരു വിഷയമായിട്ടാണ് ഞാൻ അതിനെ ഇത് കാണുന്നത്. പക്ഷെ അതേ സമയത്ത്
ഇപ്പം അതിദാരിദ്ര്യത്തിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാകണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് ഒരു മാസം കൊണ്ടുണ്ടാകണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ ഇത് ഞങ്ങൾ ഉടക്കിയ ഒരു വിഷയം അതാണ്. അത് 2, 3, 4 മാസം എടുത്തു. പക്ഷെ ആ 4 മാസം എടുത്തത് കൊണ്ട് തന്നെ നമ്മൾ ആഗോളതലത്തിൽ വളരെ പുതുതായിട്ടുള്ള ഒരു രീതിശാസ്ത്രം നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റി. ഇപ്പോൾ ലിസ്റ്റ് ഉണ്ടായി, ആളുകളെടുത്തു, നമ്മൾ കുറേ തീരുമാനങ്ങളെടുത്തു, വകുപ്പുകളൊക്കെ നടപടിയെടുക്കും എന്ന് പറഞ്ഞിട്ട് വിട്ടുമാറുകയില്ല. ഓരോ മിനിസ്റ്ററിനെ ഉത്തരവാദിയാക്കി.